പിന്നോക്കക്കാരുടെ കല എന്താണെന്ന് നിശ്ചയിക്കുന്നത് സവർണയായിട്ടുള്ള വിഷകല. എവിടെയാണത്രേ റാപ്പ് പിന്നോക്കക്കാരുടെ കലയായി മാറിയിട്ടുള്ളത്? കേരളത്തിലെ പിന്നോക്കക്കാർ ഏത് കല അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ അട്ടിപ്പേർ അവകാശം ഇവിടുത്തെ സവർണ ചില വിഷകലമാർക്കാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്? അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസരം ഉണ്ടാക്കണം, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം. ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഓരോ വിഭാഗക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് തമ്പ്രാൻ മനോഭാവമുള്ള ചില ഉന്നത കുലജാതരാണ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? വിശ്വാസത്തിൻ്റെ മറപിടിച്ച് നിങ്ങളെ ആട്ടിൻപറ്റങ്ങളെപ്പോലെ പിന്നാലെ നടത്തിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അടിമകളാക്കി കൊണ്ടു നടക്കാനാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം,